കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി വളരെ ആവലോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം, നമുക്കറിയാം നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ കാവ്യഗ്രന്ഥങ്ങൾ 5 എണ്ണമാണ്. അതിൽ നമുക്കേറെ ഇഷ്ടമുള്ള ഒരു കാവ്യഗ്രന്ഥമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ ചെറിയ സന്ദേശം. ആ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്നറിവ്. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരൊറ്റ പദം, ഭക്തൻ എന്ന് പറയുന്ന പദം മാത്രം എടുത്ത് ചില മിനിറ്റുകൾ നിങ്ങളുമായി ഈ പ്രഭാത സന്ദേശം പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭക്തനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഭക്തൻ്റെ ഇപ്പുറത്ത് ഒരായും കൂടി ഇട്ടാൽ അഭക്തൻ എന്ന ഒരു പദം നമുക്ക് വേർതിരിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം ഭക്തനെ, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ എന്ന് പറയാൻ കാരണം, ഭക്തനുമുണ്ട് അഭക്തനുമുണ്ട്, വിശ്വാസിയുണ്ട് അവിശ്വാസിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഭക്തനും അഭക്തനുമുണ്ട്. ആരാണ് അഭക്തൻ? വേദപുസ്തകത്തിൽ ഒരു ഭക്തനായ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് അവൻ പിന്നീട് അഭക്തനായി മാറി എന്നാണ്. അതാരാണ്? അത് മറ്റാരുമല്ല, ഏശാവാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ ചിന്ത, നമ്മുടെ പ്രഭാത ചിന്തയിലെ പ്രധാന സന്ദേശം ഭക്തൻ എന്നുള്ളതാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത്, 1, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം, ലോകത്തിലെ ഒരു സഖിത്വവും ലഭിക്കപ്പെട്ടില്ലെങ്കിലും നമുക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ സഖിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഖിത്വമാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെ കൈവിടാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒരു കുട്ടിയെ അവൻ വീട്ടിൽ നിന്ന് അവനെ വിളിച്ചു വരുത്തി, തൻ്റെ സ്നേഹിതർ, തൻ്റെ സഹപാഠികൾ അവനെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ വൈറലായി മാറിയതാണ്. അങ്ങനെ എത്രയോ ഇടങ്ങളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സഖിത്വം, ഈ ലോകത്തിലെ സഖിത്വം എന്ന് പറയുന്നത്. ഒരവസരം നോക്കിയിരിക്കുകയാണ് നമ്മളെ മർദ്ദിക്കുവാൻ, നമ്മളെ ഇല്ലാതാക്കുവാൻ, നമ്മളെ അപമാനിപ്പാൻ, നമ്മളെ നിന്ദിക്കുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ ഒരു ഹാസ്യ പാത്രമാക്കി മാറ്റാൻ ഇവിടുത്തെ സഖിത്വം ഒക്കെ വെമ്പല് കൊള്ളുമ്പോൾ ശ്രദ്ധിക്കൂ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഖിത്വം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ, നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, നമുക്ക് പിന്നീട് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. മാത്രമല്ല, ഒരു ഭക്തൻ്റെ ഗുണമെന്നറിയാമോ? സഖിത്വം മാത്രമല്ല, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എന്നാണ്. ഇംഗ്ലീഷിൽ ആ പദം നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ സീക്രട്ട് എന്ന് പറയുന്നൊരു പദമാണ്. അതായത് സഖിത്വം മാത്രമല്ല, തൻ്റെ രഹസ്യ കലവറയിലെ സകല രഹസ്യങ്ങളെയും ദൈവം നമ്മെ അറിയിക്കുന്ന കർത്താവാണ്. ഒരു യഥാർത്ഥ സഖിത്വമുള്ള വ്യക്തിത്വമാണോ നീ അറിയാതെ ദൈവം ഒന്നും നിനക്ക് വരുത്തുകയില്ല. അത് നിൻ്റെ കുടുംബത്തിലാകട്ടെ, നിൻ്റെ സഭയിലാകട്ടെ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, ഏതനുഭവങ്ങളിലാണെങ്കിലും ഒരു കാര്യം സുനിശ്ചിതമാണ്: ദൈവം അറിയാതെ നമുക്കൊരു സഖിത്വമുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ദൈവം ഒരു കാര്യവും ചെയ്യുകയില്ല.
അത് അനർത്ഥമാകട്ടെ അനുഗ്രഹമാകട്ടെ, നന്മയാകട്ടെ തിന്മയാകട്ടെ, എന്തുമാകട്ടെ, ഒരു സഹിത്വമുള്ള ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ സഹിത്വത്തിൽ ദൈവത്തിനൊരു കൂറുണ്ട് എന്നുള്ളതാണ്. ഏത് കാര്യത്തെക്കുറിച്ചും നമ്മളോട് പറയാൻ ആഗ്രഹത്തോടെ വെമ്പലോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആകയാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, താങ്കൾ യഹോവയുടെ സഹിത്വമുള്ള വ്യക്തിത്വമാണോ? താങ്കളുടെ കുടുംബത്തിൽ ഇന്നലെ അടിക്കുന്ന സകല പ്രശ്നത്തിനും പരിഹാരം തന്ന് തന്നോട് സഹിത്വം പുലർത്തി മുൻപോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ സഹിത്വത്തിൻ്റെ വലയത്തിലേക്ക് ഇതുവരെയും എത്തപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ പ്രഭാതത്തിൽ സമർപ്പിക്കൂ, യഹോവയോട് പ്രാർത്ഥിക്കൂ. കർത്താവേ, അവിടുത്തെ സഹിത്വം എനിക്ക് ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കൂ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് എല്ലാവരും പുതിയണം. ഈ പ്രഭാതം ധന്യകരമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു പ്രഭാതം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. താങ്ക് യു സോ മച്ച്.